ഗൈസ്, ഇവിടെയാണെങ്കിലേ തൊലി കറുത്ത 2 പഴം ഇരിപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. തൊലി കളഞ്ഞ് പഴം ഒന്ന് മുറിച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതാക്കി അരിയൊന്നും വേണ്ട കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ മുറിച്ചത്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജാറാണ് ആദ്യം എടുത്തത്. അതിൽ കൊള്ളൂലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വലിയ ജാറിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മൈദപ്പൊടിയാണ് കേട്ടോ. മൈദ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കാം. അപ്പോഴാണ് ഏലക്ക ചേർക്കാൻ വിട്ടുപോയി. അതുകൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ കിട്ടും കേട്ടോ. തീരെ വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഇത് ഉണ്ണിയപ്പ ചട്ടിയിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. എണ്ണയിൽ മുങ്ങി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എണ്ണ ഒന്ന് തടവി കൊടുത്താലും മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഞാൻ എടുത്ത പോലത്തെ തൊലി കറുത്ത നല്ലോണം പഴുത്ത പഴമാണ് ഇതിലേക്ക് ബെസ്റ്റ്. അപ്പൊ മാവെല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിനെ ഉണ്ണിയപ്പം വിളിക്കാം പറ്റുമോ? വേണമെങ്കിൽ വിളിക്കാട്ടോ. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ ഒരു ഈവനിങ് സ്നാക്ക് കിട്ടിയില്ലേ? അപ്പൊ എല്ലാവരും പോയി ഉണ്ടാക്കിക്കോളി. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.